അല്ലെങ്കിലും ഈ പി ജിയിലും ഹോസ്റ്റലിലും ഒക്കെ നിൽക്കുന്നവർക്ക് സന്ധ്യ കഴിയുമ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ള പൂതി വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ള ഫേവറേറ്റ് ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലോ ഒക്കെ പോകും, ഫുഡൊക്കെ കഴിക്കും. ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേസ്ട്രീസിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലോട്ടാണ്. ഇപ്പം നമ്മൾ ബേക്ക്ഡ് ഐറ്റംസ് ഒന്നും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. എന്താ പറയുക, ഒരു കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് വന്നു. എനിക്കിത് അത്ര വലിയ ഇതൊന്നിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമെന്ന്. ഒരു എന്താ പറയുക, തട്ടിക്കൂട്ട് ഹോംലി ആയിട്ടുള്ള ഹോംലി ഫുഡാണ്. നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓംലെറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ, അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതുമായിട്ടൊരു മൽപ്പിടുത്തത്തിലൂടെ അതിനെ കീഴ്പ്പെടുത്തി ഞാൻ കഴിക്കാൻ എടുക്കുവാണ് കട്ട് ചെയ്ത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു മാംഗോ ജ്യൂസായിരുന്നു, പക്ഷേ മാംഗോ ജ്യൂസല്ല, മാംഗോ പൾപ്പാണ് വന്നത്. ഇത് എനിക്ക് തോന്നുന്നു അവർ നാച്ചുറലി ഉണ്ടാക്കുന്നതാണെന്ന്. പിന്നെ നമ്മൾ മോമോസൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഒരു ഫ്രോസൺ മോമോസ് എടുത്തിട്ട് നമുക്കത് കുക്ക് ചെയ്ത് തരുവാണ്. അതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സോസ് ഒരു പുളിയുള്ള സോസായിരുന്നു. വേറൊന്നും എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു.